ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീബിനാർക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണെന്ന്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമെന്ന് പറയാം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടുതൽ അറിയുകയായിരുന്നു. അപ്പൊ ഈ ആഴ്ച നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെയാണ് കേൾക്കേണ്ടത്, അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻസിനുള്ള റെസ്പോൺസ് നമ്മൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ ശ്രദ്ധയോടെ കേൾക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ആന്റണി സാർ നമ്മോട് സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം ആന്റണി സാറിനെ സ്വാഗതം ചെയ്തു. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. സാബു സാർ പറഞ്ഞതുപോലെ നമ്മൾ ആത്മാരാധകരായിട്ടുള്ള ആളുകളെ എങ്ങനെ കൂടുതൽ നമ്മളുടേതായിട്ടുള്ള ഒരു വിക്ടിം അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരായ നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് കൂടുതൽ സൗഹാർദ്ദപരമായിട്ട് അതുപോലെ ക്രിയാത്മകമായിട്ട് നമുക്ക് എങ്ങനെ ഇടപഴകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഒരു ആത്മാരാധകരായിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അവരോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാന ലക്ഷ്യം നമ്മൾ അവരെ എങ്ങനെയാണ് ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ അവധാനപൂർവം നമ്മൾ എങ്ങനെയാണ് അവരെ ശ്രവിക്കേണ്ടത് എന്നുള്ളതാണ്. ഹൗ ടു ലിസൺ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് 8 തരത്തിലുള്ള ലിസണിങ് അല്ലെങ്കിൽ ശ്രവിക്കുക എന്നുള്ളത് നമുക്ക് 8 തരത്തിലുള്ളത് നമുക്ക് പരിചിതമാണ്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആക്റ്റീവ് ലിസണിങ്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, അതൊരു ആക്റ്റീവ് ലിസണിങ് ആക്കാം, പാസീവ് ആകണമെന്നില്ല. മറ്റൊന്ന് പാസീവാണ്. അതായത് ക്ലാസ് ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പാസീവായിട്ട് ശ്രദ്ധിക്കാം. ഉദാഹരണം, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ ഇത് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കളികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ മെസ്സേജ് കേൾക്കുകയോ അയക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് എംപത്തറ്റിക് ആണ്. അതും നമുക്കറിയാം, നമുക്ക് പരിചിതമാണത്. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ എന്തെങ്കിലും മാനസികമായി വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടുതൽ സഹാനുഭൂതിയോടുകൂടി നമ്മൾ ശ്രവിക്കാറുണ്ട്. അതും നമുക്ക് പരിചിതമാണ്. മറ്റൊന്ന് ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയും. ക്രിട്ടിക്കൽ ലിസണിങ് നമുക്കറിയാം. അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് അതിനെ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ന്യൂസ് കേൾക്കുന്നതായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഈവൻ ഒരു ക്ലാസ് ആയിരിക്കാം, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കും. മറ്റൊന്ന് അപ്രിഷിയേറ്റീവ് ലിസണിങ് ഉണ്ട്. അപ്രിഷിയേറ്റീവ് എന്താണ്? നമ്മൾ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ, പ്രസംഗ മത്സരം അല്ലെങ്കിൽ പാട്ട് മത്സരം ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ജഡ്ജസ് അപ്രിഷിയേറ്റ് ചെയ്യാൻ അവിടെ ക്രിട്ടിക്കലായിട്ടുള്ളതും വരും, അതോടൊപ്പം തന്നെ അപ്രിഷിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലിസണിങ് ഉണ്ടാകും. അതായത് മറ്റൊരാളെ നമ്മൾ കൂടുതൽ അപ്രിഷിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ. വേറൊന്ന് റിഫ്ലക്റ്റീവ് ലിസണിങ് എന്ന് പറയും. അതായത് നമ്മൾ കേൾക്കുന്നതിനെ പറ്റി നമ്മൾ റിഫ്ലക്റ്റീവ് ആകാൻ വേണ്ടി, അങ്ങനെ ഏതെങ്കിലും അത് ഇൻഫർമേറ്റീവ് ആയിരിക്കണമെന്നില്ല, മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നുണ്ടാകും. പിന്നെ സെലക്റ്റീവ് ലിസണിങ് ഉണ്ട്. സെലക്റ്റീവ് ലിസണിങ്ങിനകത്ത് വരുന്നത്, അത് നമ്മൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ലിസൺ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കാലം മുഴുവനും യൂട്യൂബിന്റെ ഒക്കെ കാലമാണ്, നമ്മൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഏതെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചുള്ള, ഇപ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച്, ആ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി, ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഓക്കെ ഐ വിൽ ബി വെരി സെലക്റ്റീവ് ഇൻ ദീസ് റെസ്പെക്ട്. ദെൻ ബയസ്ഡ് ലിസണിങ് ഉണ്ട്. അതും നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ 8 ലിസണിങ്ങിന് പ്രധാനപ്പെട്ടതുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് വരെ കേൾക്കാത്തതോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഒരു ലിസണിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മൈൻഡ്ഫുൾ ലിസണിങ്. കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര അതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് കഴിയാത്ത
ഒരു ലിസണിങ് അല്ലെങ്കിൽ ഒരു ശ്രവിക്കൽ, മറ്റൊരാളെ ശ്രവിക്കലാണ്. അതല്ലെങ്കിൽ അത് അവധാനപൂർവമുള്ള ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നമ്മൾ ശ്രവിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഇവിടെയാണ്. അതായത് നമ്മൾ ഒരാളോട് വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുന്നു, കെയർഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ മൈൻഡ്ഫുൾ എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഈ ആഴ്ചയിൽ നമ്മൾ പറയുന്നു, നമ്മൾ ഒരു ആത്മാരാധകരായിട്ടുള്ള അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ലിസൺ ചെയ്യുന്നു. എന്തിനാണ്? നമ്മളുടെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ അവരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളതിന്റെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം സാർ, കാണാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹൗ ക്യാൻ ഐ ലിസൺ മൈൻഡ്ഫുള്ളി ടു എ നാർസിസിസ്റ്റിക് പേഴ്സൺ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ലിസണിങ് മൈൻഡ്ഫുള്ളി ഓർ ടു ലിസൺ സംബഡി മൈൻഡ്ഫുള്ളി. ആൻഡ് ടുഡേ സബ്ജക്ട് ഈസ് എ നാർസിസ്റ്റിക് പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ 8 ലിസണിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. മറ്റുള്ളതെല്ലാം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല. ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് നമുക്ക് വരാം. ആക്റ്റീവ് ലിസണിങ് അല്ല മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറയുന്നത്. അതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ദെൻ വാട്ട് ഈസ് മൈൻഡ്ഫുൾ ലിസണിങ്, അതെന്താണ്? ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ലിസണിങ് ആൻഡ് മൈൻഡ്ഫുൾ ലിസണിങ്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ദെൻ കീ എലമെന്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് ദെൻ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ലിസണിങ്. ഞാൻ ഇന്നത്തെ വിഷയം ഇതാണ് പ്രധാനമായിട്ടും. ആത്മാരാധകരെ നമുക്കിത് അറിഞ്ഞു തുടങ്ങി എല്ലാ വ്യക്തികളോടും നമുക്ക് അവരെ ശ്രമിക്കാൻ നമുക്ക് സാധിക്കും മൈൻഡ്ഫുൾ ആയിട്ട്. പക്ഷേ നമ്മളിവിടെ കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ അവധാനപൂർവം എങ്ങനെ ശ്രമിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത് ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് തന്നെ നമുക്ക് വരാം. അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധയോടുകൂടി നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്. എന്താണ്? നമ്മൾ അറ്റൻറ്റീവ്ലി നമ്മൾ ആ സ്പീക്കറെ, ആ സംസാരിക്കുന്ന ആളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അയാൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നു. എങ്ങനെയാണ്? നമ്മൾ റിഫ്ലക്ട് ഓൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ് സേയിങ്. അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ അതേപ്പറ്റി ശ്രദ്ധിക്കുന്നു. റിഫ്ലക്റ്റിംഗ് ആൻഡ് ദെൻ റീറ്റെയിൻ ഇൻഫർമേഷൻ ഫോർ ലേറ്റർ യൂസ്. അത് ക്ലാസ്സിലുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ നോട്ട് എഴുതിയെടുക്കും, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അതൊക്കെ നമുക്ക് പിന്നീട് ഉപയോഗിക്കത്തക്ക രീതിയിൽ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതാണ് നമ്മൾ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ദെൻ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് അത് എൻഗേജിങ് വിത്ത് എ സ്പീക്കർ. അത് നമ്മൾ ഒരാളുടെ ആ സംസാരിക്കുന്ന ആളെ നമ്മൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാരഫ്രൈസിങ്, അയാൾ പറയുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാൻ പിന്നീട് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ ചോദ്യോത്തരങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലാണ് അയാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടേതായ ആ രീതിയിൽ പാരഫ്രൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ സമ്മറൈസ് ചെയ്യും, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടു ക്ലാരിഫൈ. ഇതെല്ലാം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ അടുത്തതായിട്ടുള്ളത് ഫോക്കസിങ് ഓൺ ദ സ്പീക്കർ ആൻഡ് അവോയ്ഡിങ് ഇന്ററപ്ഷൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നു, അയാളെ കൂടുതൽ മറ്റുള്ള ഡിസ്റ്റർബൻസുകൾ ഇല്ലാതെ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ് ആക്റ്റീവ് ലിസണിങ്. ദെൻ മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രസന്റ് മൊമെന്റ് അവയർനെസ്സോടുകൂടി കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങിന്റെ അതല്ല, അതിനേക്കാൾ ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അതായത് പ്രസന്റ് മൊമെന്റിന്റെ ആ മൊമെന്റ് ടു മൊമെന്റ് അവയർനെസ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഫോക്കസിങ് എൻറ്റയർലി ഓൺ ദി പ്രസന്റ് മൊമെന്റ് ആൻഡ് ബീയിങ് ഫുള്ളി പ്രസന്റ് വിത്ത് ദ സ്പീക്കർ. അയാൾ പറയുന്ന കാര്യം നമ്മൾ കേൾക്കുന്നു. പക്ഷെ അത് ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല.
മൈൻഡ്ഫുൾ ലിസണിങ്ങിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ അറ്റൻഷൻ ആണ്. അയാൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നോൺ ജഡ്ജ്മെന്റൽ ആണ്. പലപ്പോഴും ഈ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഉള്ള ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇത് വരാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ഒരു സ്പീക്കർ ഏതെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ അത് അവിടെ സ്റ്റക്കാകും. എന്താണ് ഇയാൾ പറഞ്ഞു, ഇയാളോടൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. പിന്നീട് അയാൾ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലേ? നോൺ ജഡ്ജ്മെന്റൽ ആകുമ്പോഴേക്കും ജഡ്ജ്മെന്റൽ അറ്റൻഷൻ അല്ല വരുന്നത്. മൈൻഡ്ഫുൾ ലിസണിങ്ങിനകത്ത് നോൺ ജഡ്ജ്മെന്റൽ അറ്റൻഷൻ വരണം. അതായത് നമ്മൾ കേൾക്കുന്നതിനെ നമ്മൾ ഒന്നും ജഡ്ജ് ചെയ്യുന്നില്ല, പ്ലസ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ രീതിയിലല്ല. പിന്നെയോ നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, അതായത് ഒരു മുൻവിധികളും നമുക്കില്ല. ആ കേൾക്കുന്നതിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല, വൈകാരികമായിട്ട് പ്രതികരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഇമോഷണൽ അവയർനെസ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു കാര്യം കേൾക്കുന്ന സമയത്ത്, നമ്മൾ ശ്രവിക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിൽ എന്ത് ഇമോഷൻസ് ആണ് നമ്മളിൽ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി ഇപ്പൊ നമ്മളുടെ സാധാരണ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് കാണുക. ഞാനത് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. ന്യൂസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പറയുന്നതിനെ പറ്റി, കമന്റ് പറയുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ആ വസ്തുതാപരമാണോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ അവിടെ ഒരിക്കലും ഒരു എന്താണ് ഇമോഷണൽ അവയർനെസ് നമുക്കില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മൈൻഡ്ഫുൾ ലിസണേഴ്സ് അല്ല. അപ്പൊ ഈ മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അവയർ, എന്താണ് ഞാൻ ഏത് തരത്തിലാണ് എൻ്റെ ഇപ്പോഴുള്ള വൈകാരികമായിട്ടുള്ള ചലനങ്ങൾ എന്താണെന്നും അതുപോലെ ആ സ്പീക്കറിന്റെ ഇമോഷൻസിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ളതാണ്. അതായത് വിത്ത് എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അയാൾ സംസാരിക്കുന്ന സമയത്ത് ന്യൂസ് കാണാൻ അങ്ങനെ സാധിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്ന് വിചാരിച്ച് എപ്പോഴും സാധിക്കണമെന്നില്ല. ഞാൻ പറയുന്നു, അതായത് ആ സംസാരിക്കുന്ന ആളുടെ ഇമോഷൻസിനും അതിനോടും അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ചും അവെയർ ആകുകയും അതുപോലെ തന്നെ നമ്മൾ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് എംപതി, അതോടുകൂടി നമ്മൾ കാണുന്നു. ഇതാണ് മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ, അല്ലെങ്കിൽ ഇമോഷണൽ അവയർനെസ്സോടുകൂടി കേൾക്കുന്നു. ആൻഡ് ഓപ്പൺ മൈൻഡഡ്നെസ്, അതായത് നമ്മൾ പുതിയ ആശയങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് അയാൾ പറയുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യോജിക്കാൻ അല്ലെങ്കിൽ വിയോജിക്കത്തക്ക രീതിയിലുള്ളതാണെങ്കിൽ പോലും നമ്മൾ അതിനെ സ്വീകരിക്കാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ ഒരു പ്രത്യേകത. ദെൻ ഞാൻ അടുത്തതായിട്ട് പറയുന്നത് മൈൻഡ്ഫുൾ ലിസണിങ് ആൻഡ് ആക്റ്റീവ് ലിസണിങ്ങിന്റെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മൈൻഡ്ഫുൾ ലിസണിങ്ങിലേക്ക് വരാം. ഒന്നാമത്തേത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ആക്റ്റീവ് ലിസണിങ് എന്നും അതിനെ തമ്മിലാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് വരുമ്പോഴേക്കും ഫോക്കസ്ഡ് ഓൺ നമ്മൾ എന്താണ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഒന്ന് റിസീവിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് സ്പീക്കേഴ്സ് മെസ്സേജ്. ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന ആളുടെ ആ മെസ്സേജ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുകയാണ്. അയാൾ എന്താണെന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, അയാൾ പറയുന്ന ആശയം എന്താണ്, പുതിയ ആശയങ്ങളാണോ അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ്, അതെല്ലാമാണ് ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള കാരണം. അതേസമയം മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് ഓഫ് സെൽഫ് അവെയർനെസ് നമുക്ക് അവിടെ വരുന്നു, ഇമോഷണൽ അവെയർനെസ് വരുന്നു, എംഫസൈസിങ് എംപതി ആൻഡ് പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒന്ന്. എന്താണ്, നമുക്ക് ഒരു കാര്യം കേൾക്കുന്നു, അതിനെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നു. പക്ഷേ മൈൻഡ്ഫുൾ ലിസണിങ് വരുമ്പോഴേക്കും കൂടുതൽ ഇമോഷണൽ അവെയർനെസ് ഉണ്ടാകുന്നു, ഓപ്പൺനെസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവിടെ എംപതി ഉണ്ടാകുന്നു. അയാളോട്, ആ പറയുന്ന ആളോട്, അതുപോലെ തന്നെ നമ്മളിലും ഉണ്ടാകുന്ന ആ വൈകാരികമായ സംഘട്ടനങ്ങൾ ഒഴിവാക്കി അവിടെ കൂടുതൽ എംപതി, അനുകമ്പയോടുകൂടി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ടെക്നിക്സ് ആണ്. വൈൽ ബോത്ത് എന്താണ് അത് പേയിങ് അറ്റൻഷൻ, ക്ലോസ് അറ്റൻഷൻ, നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങിൽ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇൻക്ലൂഡ്സ് എന്താണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ് ഒക്കെ ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ആ ശ്രദ്ധയെ അതിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക.
എന്നാൽ മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറയുന്നത് എൻകറേജസ് എ മോർ ഓപ്പൺ നോൺ ജഡ്ജ്മെന്റൽ സ്റ്റാൻസ്. നമ്മളുടെ ആ മനോഭാവം, ഇപ്പോഴുള്ള ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള മനോഭാവം എന്ന് പറയുന്നത് നോൺ ജഡ്ജ്മെന്റൽ ആണ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിന് ഒരു ഉത്തരം കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനെ ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇതല്ല. നമ്മൾ വി ആർ ജസ്റ്റ് ലിസണിങ്. അതാണ് മൈൻഡ്ഫുൾ ലിസണിങ്. വി സറണ്ടർ ടു ദിസ് മൊമെന്റ് എന്ന് നമുക്ക് പറയാം. വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മൈൻഡ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു. വി ആർ ഓപ്പൺ, നോൺ ജഡ്ജ്മെന്റൽ, ആൻഡ് ദെൻ വി ലിസൺ. വി ആർ സിംപ്ലി ബീങ് ഹിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്തത് പർപ്പസ്. ദ പർപ്പസ് ഓഫ് എന്താണ്? നമുക്കൊരു പർപ്പസ് ഉണ്ടാകും. ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് വരുമ്പോഴേക്കും നമ്മളൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പുതിയ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മളുടെ പർപ്പസ് ഓഫ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മൈൻഡ്ഫുൾ ലിസണിങ്ങിലേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ കണക്ഷൻ ബിറ്റ്വീൻ ദ പേഴ്സൺസ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആത്മാരാധകരായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ മൈൻഡ്ഫുൾ ലിസണിങ്ങിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തമ്മിലുള്ള ആ ഡിഫറൻസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ്? വി ആർ എസ്റ്റാബ്ലിഷിംഗ് എ ബെറ്റർ കണക്ഷൻ. അതുപോലെ തന്നെ എംപതി, അണ്ടർസ്റ്റാൻഡിങ്, ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി മോർ എ ഹോളിസ്റ്റിക് ആൻഡ് കമ്പാഷനേറ്റ് വേ എന്ന് പറയാം. അതായത് അവിടെ ഒരു തെറപ്പോയിറ്റിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്, മോർ കമ്പാഷനേറ്റ് ആയിട്ടുള്ളതുണ്ട്. അയാളെ ക്രിട്ടിക്കലായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ള ഒരു ശ്രമമല്ല നമ്മൾ നടത്തുന്നത്. നേരെ മറിച്ച് കമ്പാഷനേറ്റീവ് ആയിട്ട് ഇത് ഈ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും അവർക്കും സന്തോഷമാകും. കാരണം നമ്മൾ കൂടുതൽ കമ്പാഷനേറ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവരിങ്ങനെ പലപ്പോഴും പല നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഈ സ്വഭാവ രീതി അവർ ബിൽഡപ്പ് ചെയ്തത് അവരെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത് കൊണ്ടായിരിക്കും, സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ്ഫുൾ ലിസണിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ കീ എലമെന്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ലിസണിങ്. എങ്ങനെയാണ് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഒരാളെ ലിസൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതിന്റെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത് പ്രസൻസ്. നമ്മളിവിടെ സന്നിഹിതരായിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ബീങ് ഫുള്ളി പ്രസന്റ് ഇൻ ദിസ് മൊമെന്റ്, ഫോക്കസിങ് കംപ്ലീറ്റ്ലി ഓൺ ദ സ്പീക്കേഴ്സ് വിത്തൗട്ട് അലവിങ് ഡിസ്ട്രാക്ഷൻസ് ഓൺ വാണ്ടറിങ് തോട്ട്സ്. നമുക്ക് അതറിയാം, നമ്മൾ പരിശീലിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മൾ പരിശീലിക്കുന്നതാണ്. എന്താണ്? വിത്തൗട്ട് അലവിങ് ഡിസ്ട്രാക്ഷൻസ് വാണ്ടറിങ് ആൻഡ് തോട്ട്സ്. അതായത് നമ്മൾ ഒരു ആത്മാരാധകരായിട്ടുള്ള ആളുകളെ ശ്രദ്ധിക്കുന്ന സമയത്ത്, അവരെ ശ്രവിക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ പ്രസന്റ് ആയിരിക്കുക. പ്രസന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ അവരുടെ മുൻപിൽ ഇരിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രത്യേകിച്ചുള്ള വൈകാരികമായിട്ടുള്ള ആ ബാരിയർ ഇല്ലാതെ, അല്ലെങ്കിൽ മറ്റതുപോലെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ദിസ് മീൻസ് setting aside other tasks and giving you or undivided attention to a speaker or the person who is speaking. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളും മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആൾ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഇതൊന്നും ഇങ്ങനെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വിഷയം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അത് വിജയിക്കില്ല. ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വിജയിക്കാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഫുള്ളി പ്രസന്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. സോ അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ ടു എ സ്പീക്കർ അത് നമുക്ക് ആവശ്യമുണ്ട്. അത് ദെൻ അടുത്തത് മൈൻഡ്ഫുൾ പ്രസൻസ്. മൈൻഡ്ഫുൾ പ്രസൻസ് മീൻസ് ഇറ്റ് മീൻസ് ഫുൾ അവയർനെസ് ഓഫ് തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ബോഡിലി സെൻസേഷൻസ്. നമ്മൾ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്കും വരാം. നമുക്ക് 4 കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളുടെ തോട്ട്സ്, ഇമോഷൻസ്, ബോഡിലി സെൻസേഷൻസ് ആൻഡ് ദെൻ ദ സറൗണ്ടിങ്സ്. ഇപ്പം നമ്മളുടെ കാലാവസ്ഥ ആയിരിക്കാം, അല്ലെങ്കിൽ പുറമേ ഉള്ള ശബ്ദങ്ങളായിരിക്കാം, എന്തെങ്കിലും ആകട്ടെ, നമ്മളുടെ ചുറ്റുപാടുകളുള്ള അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെന്റിനെ കുറിച്ചുള്ള ആ ബോധം കൂടി നമ്മൾ എന്താണ് മൈൻഡ്ഫുൾ പ്രസൻസിലേക്ക് നമ്മൾ വരും. അടുത്തത് ഒബ്സർവിങ് ദി എക്സ്പീരിയൻസസ്. നമ്മൾക്കുണ്ടാകുന്ന ഇപ്പം ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ നമ്മളിലേക്ക് കടത്തിവിടുന്ന വൈകാരികമായിട്ടുള്ള പ്രൊവൊക്കേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ
എന്താണ് പൊങ്ങച്ചങ്ങളാകാം, ഏതെങ്കിലും തരത്തിലുള്ളതാകട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിനെ കുറിച്ച് നമ്മൾ ആ സമയത്ത് ലേബൽ ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ഗുഡ് ഓർ ബാഡ്. ആ പൊങ്ങച്ചം പറയുകയാണ്, അല്ലെങ്കിൽ അത് പറയുകയാണ്, ഇത് പറയുകയാണ് എന്നുള്ളതിനെ നമ്മൾ വി ആർ നോട്ട് ലേബലിംഗ്, ജസ്റ്റ് ഒബ്സർവിങ് ദി എക്സ്പീരിയൻസസ് ഓർ വാട്ട് ദ വേർഡ്സ് ദാറ്റ് വി ആർ ഹിയറിംഗ്. അതാണ് മൈൻഡ്ഫുൾനെസിന്റെ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ പ്രസൻസിന്റെ വേറൊരർത്ഥം. ഓക്കെ, മൈൻഡ്ഫുൾ എംബ്രേസിംഗ് ദി പ്രസന്റ് മൊമെന്റ് ആസ് ഇറ്റ് ഈസ്. ഇപ്പൊ അയാൾ പറയുന്നു അത് ആസ് ഇറ്റ് ഈസ്, നോ ലേബലിംഗ്, നോ ജഡ്ജ്മെന്റ്, ആൻഡ് വിതൗട്ട് ട്രൈങ് ടു ചേഞ്ച് ഓർ റെസിസ്റ്റ് വാട്ട് ഹി ഈസ് സേയിങ്. അതാണ് നമ്മളുടെ ആ മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ മറ്റൊന്ന്. വി ആർ നോട്ട് ഗോയിങ് ടു ചേഞ്ച് എനിത്തിങ്, വി ആർ നോട്ട് റെസിസ്റ്റിംഗ്. നമുക്കറിയാം, നമ്മൾ മാനസികമായിട്ട് വൈകാരികമായിട്ട് നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് ഇങ്ങനെയുള്ള സംസാര രീതികളിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അയാൾ അറിയണമെന്നില്ല, പക്ഷെ ആ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു, അയാളെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണകളും വേറെ വൈകാരികമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഉണ്ടാകും. അടുത്തത് മൈൻഡ്ഫുൾ പ്രസൻസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ പ്രസന്റ് മൊമെന്റ്, ഓഫൺ ത്രൂ ടെക്നിക്സ് ലൈക്ക് ഫോക്കസിങ്. അതായത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസിന്റെ ആ ഫോക്കസിങ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഗ്രൗണ്ടിങ് ഇതിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഉദാഹരണമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഡീപ്പ് ബ്രീത്ത് നമ്മൾ എടുക്കേണ്ട വരും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആ കസേരയെ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ കാലുകൾ ചിലപ്പോൾ ഒരു പക്ഷേ എവിടെ തറയിൽ ഇരിക്കുന്നു അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഗ്രൗണ്ടിങ് ആയിട്ടുള്ള, അതായത് ബേസിക് ഗ്രൗണ്ടിങ് എക്സസൈസ്, അല്ലെങ്കിൽ ആ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനാണ്? ഈ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. ദെൻ കൾട്ടിവേറ്റിംഗ് കമ്പാഷൻ. നമ്മൾ അവരോട് ശ്രദ്ധാപൂർവം ഒരാളെ ശ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് കൂടുതൽ കരുണയോടുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലും പറയട്ടെ, അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും പറയട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റിയല്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റിയല്ല. അണ്ടർസ്റ്റാൻഡിങ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് വൺ സെൽഫ് ആൻഡ് അതേഴ്സ്. നമ്മളോട് തന്നെ നമ്മൾ കമ്പാഷനേറ്റ് ആകുക ഈ സംസാരം കേൾക്കുന്ന സമയത്ത്, നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വിത്ത് ദി അതർ പേഴ്സൺ ഓർ അതർ പേഴ്സൺസ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് നോൺ ജഡ്ജ്മെന്റൽ എന്ന് പറയും. അതായത് മുൻവിധികളില്ലാതെ, ന്യായവിധികളില്ലാതെ കേൾക്കുക എന്നുള്ളത് മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ അടുത്ത ഒരു ഭാഗമാണ്. എംബ്രേസിംഗ് എക്സ്പീരിയൻസ് ആസ് ദേ കം വിത്തൗട്ട് റെസിസ്റ്റൻസ്. നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. നമ്മളുടെ ചിന്തകള്, നമ്മളുടെ അനുഭൂതികള് വിത്തൗട്ട് ട്രൈങ് ടു ഓൾട്ടർ ദം. നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ആ അനുഭവങ്ങളെ നമ്മൾ, അല്ലെങ്കിൽ ചിന്തകളെയൊക്കെ നമ്മൾ, ഫീലിങ്സിനെ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുള്ളതാണ് നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആകുന്നത്. അപ്രോച്ചിങ് എക്സ്പീരിയൻസസ് ടു ആൻ ഓപ്പൺ ആൻഡ് ക്യൂരിയസ് മൈൻഡ്. ഇയാൾ അടുത്തതായിട്ട് എന്താണ് പറയുന്നത്? അതാണ് മൈൻഡ്ഫുൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഇപ്പോൾ മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ കൂടി ഒരു ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതും പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണുമായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾ എന്താണ് പറയുന്നത്. സോ വി മസ്റ്റ് ഹാവ് എ ക്യൂരിയസ് മൈൻഡ്, ഒബ്സർവിങ് ആസ് ദം ഫോർ വിത്തൗട്ട് എനി പ്രീ കൺസീവ്ഡ് നോഷൻസ് ഓർ ജഡ്ജ്മെന്റ്സ്. നമ്മൾ അയാളെ ഞാൻ ശ്രദ്ധിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അയാൾ ഞാൻ സംസാരിക്കാൻ പോവാണ്, ഇവൻ ഇതെല്ലാം പറയുള്ളൂ എന്നുള്ളത് കൂടാതെ ബി ഓപ്പൺ ആൻഡ് അതുപോലെ തന്നെ ക്യൂരിയസ് ആകുക, ഇയാൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. പ്രീ കൺസീവ്ഡ് ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ അതുപോലുള്ള ഐഡിയാസ്, അല്ലെങ്കിൽ ബയസസ്, പ്രിജുഡീസസ്, ഇതൊന്നുമില്ലാതെ ഒരാളോട് നമ്മൾ സംസാരിക്കുക. അടുത്ത മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെയും അതുപോലെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒന്നാണ് ലെറ്റിംഗ് ഗോ. എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത്, നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ കേട്ടതിനെ കുറിച്ച് ഇരിക്കുകയും മറ്റുള്ളത് എന്താണ് അടുത്തതായിട്ട് അയാൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ സംസാരത്തിൽ വരുന്നതെന്ന് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെയുള്ള നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധാപൂർവം ഒരാളെ ശ്രവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് റെസിസ്റ്റ് ചെയ്യാതെ നമ്മൾ അത് ലെറ്റ് ഇൻ ഗോ, അതായത് നമ്മൾ അതിനെ കടത്തിവിടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആ ഫ്ലോ ഓഫ് നാച്ചുറൽ ആയിട്ടുള്ള ആ എനർജിയെ ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. ദെൻ ബീയിങ് കൈൻഡ് ആൻഡ് ജെന്റിൽ വിത്ത് വൺ സെൽഫ്. നമ്മളോട് തന്നെ ജെന്റിൽ ആകുക. ആൻഡ് ദെൻ എസ്പെഷ്യലി വെൻ എൻകൗണ്ടറിങ് ഡിഫിക്കൽട്ട് തോട്ട്സ് ഓർ ഇമോഷൻസ്. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ എന്താണ് മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ബി കൈൻഡ് ആൻഡ് ജെന്റിൽ. നമ്മളോട് തന്നെ സെൽഫ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ സെൽഫ് ലവിലേക്ക് നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക.
നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് പറയുമ്പോൾ അടുത്തത് സ്റ്റേയിങ് പ്രസന്റ്, ഫുള്ളി അവെയർ ദി കറന്റ് മൊമെന്റ്. അപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും, ബാഡ് ഓർ അല്ലെങ്കിൽ ഗുഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഇതെല്ലാം അതിലേക്ക് അതിനെ തരംതിരിക്കാതെ ആ കറണ്ട് ഇപ്പോഴുള്ള ആ മൊമെന്റിനെ നമ്മൾ അതിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള പോസിബിലിറ്റീസിനെ കുറിച്ചും ആ സമയത്ത് നമ്മൾ ചിന്തിക്കാതിരിക്കുക. അവിടെയും നമ്മൾ ഞാൻ ഇപ്പോൾ എന്താണ് അടുത്ത നിമിഷം അയാളോട് പറയേണ്ടത്, ഉത്തരം പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ചിന്തയിലും പോകാതിരിക്കുന്നത് ഇപ്പോൾ ഈ സമയത്തുള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നീടുള്ളത് പലപ്പോഴും ഇങ്ങനെ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് കൂടുതലും പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവിടെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അവരെ നമ്മൾ പൂർണ്ണമായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, കൂടുതൽ അവരോട് ശ്രദ്ധാപൂർവം കേൾക്കുക. അതുപോലെ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ കുറിച്ചല്ല നമ്മൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത്. ദെൻ എംപതി ആൻഡ് കമ്പാഷൻ. അടുത്തത് നമ്മൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് എംപതി ആൻഡ് കമ്പാഷനോട് കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതായത് അത് കൂടുതൽ നമ്മളുടെ ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യും. അതുപോലെ തന്നെ അയാളെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത അയാൾക്ക് മനസ്സിലാകും. നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്കും സന്തോഷമാകും. കാരണം അയാളിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. സോ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അയാളുമായിട്ട് സംവദിക്കുന്നതിന് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലായിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അയാളെ ശ്രവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, വിത്തൗട്ട് ജഡ്ജ്മെന്റ്. സോ നമ്മൾ കൂടുതൽ എംപതി ആൻഡ് കമ്പാഷൻ നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിൽ മാത്രമല്ല അയാളിലേക്ക് നമ്മൾക്കത് കടത്തിവിടാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾക്കും ആ സമയത്ത് കൊടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ വ്യക്തിബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ സംസാരത്തിൽ നമ്മൾക്ക് കൂടുതലായിട്ട് അയാളെ ശ്രദ്ധിക്കാനും പ്രൊമോട്ടിങ് എ മോർ മീനിങ്ഫുൾ ആൻഡ് ഒതന്റിക് ഇന്ററാക്ഷൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ പാതി കേട്ടു, അതിന് പാതിയായിട്ടുള്ള നമ്മൾ ഉത്തരം കൊടുത്തു, അപ്പൊ അയാളുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ തീരിയല. അപ്പൊ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ മൈൻഡ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് എംപതി ആൻഡ് കമ്പാഷൻ. ബൈ പ്രൊവൈഡിങ് കമ്പാഷനേറ്റ് ആൻഡ് എംപതറ്റിക് ഇയർ. അതായത് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ആ കമ്പാഷൻ, കരുണയും അനുകമ്പയും ഓടുകൂടി നമ്മൾ അയാളെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്യാൻ ഓൾസോ ദ സ്പീക്കർ പ്രോസസ് ദി ഇമോഷൻ. അവരുടെ ആ വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ആ ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും, അതിനൊരു ഹീലിംഗ് ആൻഡ് തെറപ്പോയിറ്റിക് ആയിട്ടുള്ള എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അയാൾക്കും അത് ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് അതൊരു നല്ലൊരു നമ്മൾ ഇപ്പോഴുള്ള ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നതിന് സാധിക്കും. സോ അടുത്തത്, വെൻ പീപ്പിൾ നീഡ് മോർ ടു ബി അണ്ടർസ്റ്റുഡ് ദെൻ ദേ മോർ ലൈക്ലി ടു ഓപ്പൺ ആൻഡ് ഷെയർ ദെയർ ട്രൂ തോട്ട്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ആത്മാരാധകനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ടെന്നും അതുപോലെ ഓപ്പൺ ആണെന്നും ഉള്ള ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അവർക്ക് താല്പര്യമുണ്ടാകും. അവരുടെ ഉള്ളിൽ ഒരുപക്ഷെ അവരുടെ പ്രിജുഡീസും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ മോശമാക്കുന്ന, നമ്മളെ വിക്ടിമൈസ് ചെയ്യുന്ന അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് അവരൊക്കെ താഴെ വരാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട രീതിയിൽ നമ്മളോട് സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾക്ക് അവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എംപത്തറ്റിക് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള മാനസിക അവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അത് സാധിക്കും. So empathetic and compassionate listening can diffuse tension, okay, and misunderstanding. Okay, അത് കുറയ്ക്കുന്നതിന്, ലഘൂകരിക്കുന്നതിന്, തെറ്റിദ്ധാരണകളും അതുപോലെ കൂടുതൽ ടെൻഷൻ ലഘൂകരിക്കുന്നതിന് സാധിക്കും. ദെൻ ഇന്റേണൽ റിയാക്ഷൻസ് ഉണ്ട്. മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ മാനസികമായി നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഇന്റേണൽ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ആന്തരികമായിട്ടുള്ള പ്രതികരണങ്ങൾ
എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതിപ്പോ ഒരു ടോക്ക് കേട്ടത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ കൗൺസിലിംഗ് നടത്തുന്നവർ പറയാണ് നീ കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് സാധിക്കില്ല. സോ നമ്മളുടെ ഇന്റേണൽ റിയാക്ഷൻസ് കൂടി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നോട്ടീസ് ആൻഡ് നെയിം ദി ഇമോഷൻസ് നമുക്കുണ്ടാകുന്നു. ചിലപ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകാം, ചിലപ്പോൾ നമുക്ക് ആങ്കർ ഉണ്ടാകാം, അല്ലെങ്കിൽ റിസെന്റ്മെന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സിമ്പതി ആയിരിക്കും നമുക്ക് ഇവരോട് തോന്നുക. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണോട് നമുക്ക് തോന്നുന്ന ആ വികാരങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിനെ നമ്മൾ നെയിം ചെയ്യുക. ഓക്കെ, നമ്മളെ അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഐ ഫീൽ ഫ്രസ്ട്രേറ്റഡ്. ഒരൊറ്റ ചിന്ത നമുക്കുണ്ടാകാം. സോ നെയിം ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അക്സെപ്റ്റ് ഇറ്റ്, അക്നോളജ് ഇറ്റ്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കത് കൂടുതൽ അവരോട് ഉള്ള അനുകമ്പ കൂടുന്നു. അതോടൊപ്പം തന്നെ നമ്മളിൽ തന്നെ കൂടുതലായിട്ട് നമ്മളുടെ ഇന്റേണൽ റിയാക്ഷൻസ് അറിയുന്നത് കൊണ്ട് അവരെ കൂടുതലായിട്ട് നമ്മൾക്ക് ശ്രദ്ധാപൂർവം എന്താണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പേ അറ്റൻഷൻ ടു എ സ്പെസിഫിക് വേർഡ്. അയാൾ പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ടോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അയാളുടെ ബിഹേവിയർ ആയിരിക്കാം. ഇങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് ഇന്റേണൽ റിയാക്ഷൻസ് ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം എങ്ങനെയാണ് നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ റിയാക്ഷൻസിനെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രിഗർ ആയിട്ട് അയാൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ആന്തരികമായിട്ടുള്ള ആ പ്രതികരണങ്ങളെ അല്ലെങ്കിൽ റിയാക്ഷൻസിനെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വരുന്നതിനനുസരിച്ച് നമ്മൾ എല്ലാ തരത്തിലും തിരിച്ച് മറുപടി പറയുന്നു. അല്ലെങ്കിൽ ആ മറുപടിക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുന്നതോടുകൂടി ആ സംഭാഷണം അത് വിജയകരമാകാതെ ഇരിക്കും. ദെൻ പ്രാക്ടീസ് ഗ്രൗണ്ടിങ് ടെക്നിക്സ്. ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ആണ്. അതുപോലെ തന്നെ ഫോക്കസിങ് ഓൺ യുവർ ഫീറ്റ് ഓൺ ദ ഫ്ലോർ, അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുന്നതിനെ പറ്റി, കൈയുള്ള കസേരയാണെങ്കിൽ അവിടെ ഇരിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ മേശ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിങ് ടെക്നിക്കായിട്ട് നമ്മളുടെ ആ കൈ മേശയിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ആ കിട്ടുന്ന ഫീലിങ്സ്, അവിടെ കാല് നമ്മൾ ഇതൊന്നും ഇയാൾ അറിയണമെന്നില്ല മറ്റുള്ളവർ. അപ്പൊ ദെൻ എന്താണ് നമ്മളുടെ ആ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ ആ പ്രസന്റ് മൊമെന്റിലുള്ള ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഡൻ ആയിട്ട് ചെയ്യാവുന്ന ഇതാണ് നമ്മളുടെ ആ ടെക്നിക്സ് ആണ് ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്നാണ് മൈൻഡ്ഫുൾനെസ്സിൽ ഇതിനെ പറ്റി പറയുന്നത്. അത് നമുക്ക് ചെയ്യാം. ദെൻ ഇമാജിൻ ക്രിയേറ്റിംഗ് എ മെന്റൽ സ്പേസ് ഓർ ബഫർ ബിറ്റ്വീൻ ദി ഇമോഷൻസ് ആൻഡ് യുവർ റെസ്പോൺസ്. ഇവിടെ അതായത് നമുക്ക് ഒരു സെക്കൻഡ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ആ സ്പേസ്, ഇയാളുമായിട്ടുള്ള സ്പേസ്, അതായത് അയാൾ നമ്മളെ ട്രിഗർ ഉപയോഗിച്ച് നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇയാളിൽ നിന്നുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ ആ ഒരു സ്പേസ്, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ സ്പേസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇമോഷണൽ റെസ്പോൺസ് നമുക്ക് കൊടുക്കാം. പക്ഷെ റിയാക്ഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ ഇന്റേണൽ റിയാക്ഷൻസിനെ നമ്മൾ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുക. This allows you to observe the feelings without immediate reacting to them. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ അന്നേരം തന്നെ ചാടി ഉത്തരം പറയുന്നതിന് പകരം, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് പകരം, അത് വെർബൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മളുടെ ബോഡിലി ലാംഗ്വേജ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് അയാളെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അടുത്ത ഇന്റേണൽ, ബി കൈൻഡ് ടു യുവർ സെൽഫ് റിഗാർഡിങ് യുവർ ഇമോഷണൽ റിയാക്ഷൻസ്. എന്താണ് നമ്മളിൽ ഉണ്ടാകുന്ന ഇമോഷണൽ റിയാക്ഷൻസ് എന്ന് അറിഞ്ഞിരിക്കുന്നാൽ മാത്രമേ നമുക്ക് ഒരു ആത്മാരാധകനായിട്ടുള്ള വ്യക്തിയോടുള്ള ആ റിയാക്ഷൻസിന് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള ആ വികാരങ്ങൾ, അല്ലെങ്കിൽ ആ ഇന്റേണൽ ആയിട്ടുള്ള റിയാക്ഷൻസ് എന്താണ് വരുന്നത്, പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് വരുന്നതെന്ന് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബിഫോർ യു റെസ്പോണ്ട്, ടേക്ക് എ മൊമെന്റ് ഓർ ടു ബ്രീത്ത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് എങ്കിലും അതിൽ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ആ ഇന്റേണൽ റിയാക്ഷൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ആഫ്റ്റർ ദി കോൺവെർസേഷൻ ടേക്ക് സം ടൈം. ഓക്കെ, നമുക്ക് അതിന് ശേഷം നമുക്ക് ഏതെങ്കിലും തരത്തിൽ, ഇപ്പൊ നമ്മൾ ആ കോൺവെർസേഷൻ കഴിഞ്ഞു, എന്തെങ്കിലും ആട്ടെ, നമ്മുടെ ഫാമിലിയിലാകാം, നമ്മുടെ ഫാമിലിയിൽ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കും, ചിലപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം, ജോലി സ്ഥലത്താകാം, അയൽക്കാരിലാകാം, എവിടെയെങ്കിലും ഒക്കെ ആകട്ടെ,
അപ്പൊ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ആ ഇന്റേണൽ റിയാക്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ റെസ്പോൺസിനെ കുറിച്ച് 1 മിനിറ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്യുക. 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അടുത്തത് എൻഗേജ് ആക്ടിവിറ്റീസ് ടു ദാറ്റ് റീഗെയിൻ എനർജി ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഇതിന് നമ്മളുടെ ഈ സംസാരത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ശ്രവിച്ചതിന് ശേഷം ഉണ്ടാകുന്നതിന്, കാരണം പെട്ടെന്ന് നമ്മൾ ഒരു ഉരുളുപൊട്ടൽ പോലെ ആയിരിക്കും ഇല്ലേ, എല്ലാം തൂത്തെറിഞ്ഞ് എല്ലാം കൊണ്ടുപോകും. നമുക്ക് അത് വലിയൊരു ലാൻഡ് സ്ലൈഡ് ആയിട്ട് വരും എങ്ങനെ ഇന്റേണലി. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടുതൽ എനർജി നമ്മൾ സമ്പാദിക്കുന്നതിനും നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു റീഗെയിൻ ചെയ്യുന്നതിനുള്ള ടെക്നിക്ക് ഉപയോഗിക്കുക. സച്ച് ആസ് എന്താണ്, നമ്മൾ വേണമെങ്കിൽ അല്പം എക്സസൈസ് അല്ലെ മെഡിറ്റേഷൻ, ഹോബീസ്, സ്പെൻഡിങ് ടൈം വിത്ത് സ്പോർട്സ് ഓർ സപ്പോർട്ടീവ് പേഴ്സൺസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താണ് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് എന്ന് പറയാം. അതായത് ആ എനർജി ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മൃഗങ്ങളൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ അവരൊന്ന് തലയൊക്കെ ഒന്ന് കുടയും. അല്ലെങ്കിൽ ഈ വലിയ ഫ്ലമിംഗോസ് അല്ലെങ്കിൽ മറ്റു വലിയ പക്ഷികളൊക്കെ ഉണ്ട്, ആൽബട്രോസ് എന്നൊക്കെ പറയും. ആ പക്ഷികളൊക്കെ അവർ തമ്മിൽ ചില സമയത്ത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ആ ചിറകൊന്ന് അടിക്കും. ദാറ്റ് മീൻസ് ലെറ്റ് ഇറ്റ് ഗോ, അല്ലെങ്കിൽ അവരുടെ ആ നെഗറ്റീവ് എനർജി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ നടത്താം, അല്ലെങ്കിൽ ഹോബീസിലേക്ക് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ്ഫുൾ ലിസണിങ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്നത് ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള നമ്മളുടെ ആ മൈൻഡ്ഫുൾ ലിസണിങ്ങിൻ്റെതാണ്. ഒന്ന്, ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾക്ക് കൂടുതൽ ബന്ധം പുലർത്തി, എല്ലാവരുമായിട്ടും അതെ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ആ ബന്ധങ്ങളിൽ നമുക്ക് കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. Fully concentrating on the speaker. Mindful listening helps you to understand the content and the emotions of that person. അപ്പം അവരെ മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഓർക്കുക, നമ്മൾ ഈ മൈൻഡ്ഫുൾ ലിസണിങ്ങിന്റെ ഞാൻ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തെങ്കിലും ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ളതാണ്. എല്ലാവരുമായിട്ടും, നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും അല്ലെ ഫാമിലി, മക്കള്, മാതാപിതാക്കൾ എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ. സോ അടുത്തത് എൻഹാൻസ് റിലേഷൻഷിപ്പ്. നമ്മളുടെ ബന്ധങ്ങളെ അത് പരിപോഷിപ്പിക്കും. ഡെമോൺസ്ട്രേറ്റിംഗ് ജെനുവിൻ ഇൻട്രസ്റ്റ് ആൻഡ് എംപതി ക്യാൻ സ്ട്രെങ്തൻ ദി ഇന്റർപേഴ്സണൽ കണക്ഷൻസ് ടു ബിൽഡ് ട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ ആ വിശ്വാസം, നമ്മളുടെ പരസ്പരമുള്ള വിശ്വാസത്തെയും അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹത്തെ നമ്മളുടെ ഫാമിലിയിലോ അയൽവക്കങ്ങളിലോ എവിടെയെങ്കിലും ഉള്ള എല്ലാ ബന്ധങ്ങളെയും അത് കൂടുതൽ പരിപോഷിപ്പിക്കും. റെഡ്യൂസ്ഡ് മിസ്കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ലിസൺ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഫെയിലിയർ നമുക്ക് തിരുത്താൻ സാധിക്കും. ബീയിങ് അറ്റൻറ്റീവ് ആൻഡ് പ്രസന്റ് റെഡ്യൂസസ് ദി ലൈക്ലിഹുഡ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലാരിഫൈസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ റെഗുലേഷൻ. നമ്മളുടെ വൈകാരികമായിട്ടുള്ള റെഗുലേഷനെ സാധിക്കും. കൂടുതലായിട്ട് ഇമോഷണൽ റെസ്പോൺസ് നമ്മൾ കൊടുക്കും. ഇമോഷണൽ റിയാക്ഷന് പകരം കൂടുതൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ആ മാനേജ്മെന്റ്, നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റിന് നമുക്ക് സാധിക്കും. ലീഡിങ് മോർ കൺസ്ട്രക്റ്റീവ് ഇന്ററാക്ഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. സോ ടൈം ഫോർ ക്വസ്റ്റ്യൻസ്, ക്ലാരിഫിക്കേഷൻസ്. ഓക്കെ, താങ്ക് യു സർ. എങ്ങനെയാണ് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളോട് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നും അവർ സംസാരിക്കുന്നത് എങ്ങനെ തിരിച്ച് ലിസൺ ചെയ്യണമെന്നും കൃത്യമായിട്ട് സാർ പറഞ്ഞു. അതിനകത്ത് ആക്റ്റീവ് ലിസണിങ്ങിന്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ലിസണിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും 8 തരത്തിൽ പറഞ്ഞു. പക്ഷെ അതിനേക്കാളൊക്കെ മുന്നിൽ നിൽക്കുന്ന മൈൻഡ്ഫുൾനെസ് ഓർ മൈൻഡ്ഫുൾ ലിസണിങ്, ആ ഒരു പ്രോസസ്സിലൂടെ ഈ പറയുന്ന രീതിയിൽ എമ്പതിയും ഓപ്പൺനെസ്സും അതുപോലെ തന്നെ ഇമോഷണൽ അവയർനെസ്സും എല്ലാം നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനോ, സംശയങ്ങളോ കൂടുതൽ ഷെയർ ചെയ്യാനോ ഇങ്ങനെയുള്ള പ്രോസസ് മാനേജ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും.
ആർക്കെങ്കിലും എന്തെങ്കിലും? സാറ്, ഒരു ചെറിയ കാര്യം, നമ്മൾ ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയോട് ലിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള അവസരമുണ്ട് എന്നാണ് ഞാൻ ഇത്രയും കേട്ടതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ നേച്ചറിൽ നമുക്കൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും സർ? സാറേ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളിലുള്ള മാറ്റമാണ്. നമ്മൾ വേറെ ആരെയും മാറ്റാനല്ല ശ്രമിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ ഇതിനെ അതിജീവിക്കുന്നു, അതിനുള്ളതാണ് നമ്മളിൽ ഉണ്ടാകേണ്ട മനസാന്നിധ്യം, മനസ്സമാധാനം, സന്തോഷം, ഇതെല്ലാം ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിത രീതി ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതും ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ആത്മാരാധകരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഈ മൈൻഡ്ഫുൾ ലിസണിങ്, ഇന്നത്തെ ഇതായിരുന്നല്ലോ മൈൻഡ്ഫുൾ ലിസണിങ് വഴി നമുക്ക്, ഞാൻ അവസാനം നമ്മുടെ ബെനിഫിറ്റ്സ് പറഞ്ഞതുപോലെ, അതിൽ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ബന്ധങ്ങളും നിലനിർത്താൻ സാധിക്കും. വഷളായത് തന്നെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നമ്മളിൽ തന്നെ മാറ്റമാണ് ഇതിലൂടെ വരുന്നത്. മൈൻഡ്ഫുൾനെസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മളിലുള്ള മാറ്റമാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, തീർച്ചയായിട്ടും നമ്മളിൽ തന്നെയാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ വേണ്ടത്ര അവധാനതയോടുകൂടി നമ്മൾ അവരെ ശ്രവിക്കുന്നു. ഇതൊക്കെ പറയുന്നത് നമ്മളിലുള്ള മാറ്റമാണ്. അപ്പം മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്കും അവരുമായിട്ടുള്ള ബന്ധപ്പെടുന്ന നമ്മൾക്കും തീർച്ചയായിട്ടും അനുകൂലമായിട്ട് വരും. അവിടെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ബന്ധങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. ഓക്കെ സാർ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ വ്യക്തിയെ മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് എങ്ങനെ മാറാം. ആ മാറ്റത്തിലൂടെ ഒരുപക്ഷെ ആ വ്യക്തിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. യെസ്, വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടി പറയില്ലേ? നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. യെസ്, മനോജ് സാർ പ്ലീസ്. ആന്റണി സാറ് ഇന്നത്തെ വളരെ നല്ല ഒരു സബ്ജക്റ്റ് ആയിരുന്നു. സാറിനെ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ കേട്ടിരിക്കാൻ തോന്നി. സാർ അത്ര മനോഹരമായിട്ട് അതിൻ്റെ ഡിഫറൻസുകളും ഒക്കെ പറഞ്ഞത് വളരെ വേറൊരു വെൻട്രൽ എക്സസൈസ് കൂടെ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് വളരെ റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ നാർസിസിസ്റ്റിക് പേഴ്സൺസ് അല്ലാത്തവർക്കും സാറ് പറഞ്ഞു നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ കുറവാണ്. അപ്പം ഓഫീസിലൊക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ കേൾക്കാതെ പലപ്പോഴും ഉത്തരങ്ങൾ പോലും പറയാറുണ്ട്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഒഫീഷ്യലി ഇതുപോലുണ്ട്, ഒരുപാട് പേഴ്സണാലിറ്റീസ് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ലൈഫിലും കണ്ടുമുട്ടാം. കേൾക്കാതെ ഉത്തരം പറയുക, നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുക. എന്തായാലും വളരെ സാറ് ഇന്ന് ഈ എടുത്ത ക്ലാസ് പലർക്കും ഒരു തിരിച്ചറിവാണ്. പ്രത്യേകിച്ച് എനിക്ക് ഒരു വലിയ ഒരു ലെവലൂടെ ഒരു മൈൻഡ്ഫുൾനെസ്സിനെ എന്താണ് അതിൻ്റെ മറ്റുള്ള തലങ്ങളെന്നൊക്കെ സാറ് കൃത്യമായിട്ട് അത് പറഞ്ഞത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി സാർ. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. താങ്ക് യു. അനുവിന്ദ പറയും. വളരെ നല്ല സെഷനായിരുന്നു സാർ. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോ സാർ പറഞ്ഞ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്കത് എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റക്ക് ആയാല് പിന്നെ സാർ പറഞ്ഞ പോലെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കില്ല. നമ്മൾ ആ പോയിന്റിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. നമ്മൾ അതിനെ പറ്റിയായിരിക്കും പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് ബാക്കി എന്ത് നല്ല കണ്ടന്റ് പറഞ്ഞാലും നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കൊടുക്കണം എന്നുള്ള അവിടെ നമ്മൾ സ്റ്റക്കായി പോകും. ചിലപ്പോൾ ഒരു 1 hour സെഷനിലാണെങ്കിൽ ഒരു half an hourൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാനോ ഉള്ള കണ്ടന്റിൽ നമ്മളവിടെ സ്റ്റക്കായി പോകും. അപ്പൊ ബാക്കിയുള്ള ഒരു half an hour നമ്മൾ വെറുതെ ഒരു പാസീവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ വേറെ കാര്യം സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ലെഗോന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ എനിക്കറിയില്ല നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി തന്നെയാണോ എന്നുള്ളത്. ബട്ട് അങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഇതാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ലെഗോ ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ അവിടെ ഇങ്ങനെ കുരുങ്ങി കിടക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മളെ മനസ്സിനെ ലെഗോ എന്ന് പറയുന്ന സംഭവം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക?
എങ്ങനെയാണ് ആ സമയത്ത് സന്ദർഭത്തിൽ നമുക്ക് ലെറ്റ് ഗോ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നതിനെ പറ്റി ഞാൻ എന്താണ് ഇങ്ങനെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളോട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ പറഞ്ഞ ലിസണിങ്ങിനെ കുറിച്ചാണ്. പലപ്പോഴും ഈ ലെറ്റ് ഗോ എന്നുള്ള ആ മെന്റാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ അത് ആ സംസാരത്തിന്റെ ഇടയ്ക്കും കൃത്യമായിട്ട് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം നമ്മൾ ഈ ലെറ്റ് ഗോ എന്നുള്ളത് നമ്മൾ ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നമ്മളുടെ ആ വീണ്ടും നമ്മളെ പുറകോട്ട് വലിക്കുന്ന നമ്മളെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആ കാര്യങ്ങളിലേക്ക് പാസ്റ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രത്യേകിച്ച് പാസ്റ്റിലേക്കുള്ള ആ ഒരു നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ വികാരങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ആ ഫീലിങ്സ്, അതിനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ആ സമയത്ത് നമുക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ, അത് ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവളോട് പറയേണ്ടതായിരുന്നു. സാധാരണ ജീവിതത്തിൽ നമുക്കുള്ള അതോടൊന്ന് പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും, നീ എന്തി അത് പറയാതിരുന്നു ചോദിക്കും, അല്ലേ? അപ്പൊ ദാറ്റ് മീൻസ് അത് പിന്നെ അത് കൂടുതൽ ആളി കത്തിക്കാനേ നോക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ലെറ്റ് ഗോ എന്നുള്ള ആ ഒരു ഇതുകൂടി പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ അടയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു മനോഭാവം, ഇറ്റ് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം കഴിഞ്ഞു, അത് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പറ്റുമെങ്കിൽ നമ്മൾ ആ സംസാരത്തിൽ തന്നെ, കാരണം ഇവരുടെ അറിവ് കേടുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്താണ് അവരുടെ തെറ്റിദ്ധാരണ കൊണ്ട്, ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടും അവരുടെ വൈകാരികമായ വിക്ഷോഭങ്ങൾ കൊണ്ടും ആയിരിക്കും അവരിതെല്ലാം നമ്മളുടെ തലയിലേക്ക് എറിയുന്നത്. ഇപ്പൊ മനസ്സിലായോ? ചിലപ്പം ഏതെങ്കിലും തരത്തിൽ അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ചില സമയത്ത് നമ്മൾ അത് അവിടെ തന്നെ നമുക്ക് ലെറ്റ് ഇറ്റ് ഗോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതുകൊണ്ട് ഒരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല, നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ മനസ്സിലായി പിന്നീടുള്ള നമ്മളുടെ ആ ഫ്യൂച്ചർ മെന്റൽ റിയാക്ഷൻസിൽ നമ്മൾക്ക് അവരോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റും. അതുപോലെ ലെറ്റ് ഗോ എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. ലെറ്റ് ഇറ്റ് ഗോ എന്ന പൊസിഷൻ എടുത്താൽ പ്രശ്നം തീരില്ലേ? അതാ ഞാൻ പറഞ്ഞേ. യെസ്, ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് വേണമെങ്കിൽ അവരോട് പറയാം. വേണമെങ്കിൽ ഞാനിപ്പോ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ സംസാരത്തെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ ഓൾ നമുക്ക് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് തന്നെ പീസ്ഫുൾ ആകാൻ വേണ്ടി, നമ്മളുടെ ഇന്റേണൽ പീസിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് വി ഹാവ് ടു പ്രാക്ടീസ്. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. സാറേ നമസ്കാരം. നമസ്കാരം. സാറ് പറഞ്ഞ കാര്യങ്ങള് എന്താ പറഞ്ഞ വളരെ എന്താ പറയണ്ടത്, നമ്മളെ ലൈഫില് അത് കേൾക്കുമ്പോ ഒരു ചെറിയ കാര്യം പോലെ തോന്നുന്നത്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോ തന്നെ ഒരാൾ പറയുമ്പോ നമ്മളറിയാതെ ഇടക്ക് കയറി പറഞ്ഞു പോകും അതിനിടയിൽ. കാരണം അവർക്ക് പറയാനുള്ളത് മുഴുപ്പിക്കാനും പറ്റൂല. നമ്മൾ ഇടക്കേറി പറഞ്ഞാല് അത് ബുദ്ധിമുട്ടായാലും ചെയ്യും. ഇപ്പൊ ഒരു കൗൺസിലറോട് ഒരു ക്ലയന്റ് വന്നിട്ട് പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ശരിക്കും ആ ബുദ്ധിമുട്ടിന്റെ ഇടയിൽ ഇങ്ങനെ അവനോട് ഇങ്ങനെ ചോദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് പറയാനുള്ളത് അവിടെ ബ്രേക്ക് വരും. ഫുള്ള് ഒരു ശ്രോതാവായിട്ട് കേട്ടിട്ട് അവസാനം നമ്മുടെ കയ്യിലുള്ള വെടിമരുന്ന് എടുക്കുന്നതിന് പകരം അതിനിടക്കേറി നമ്മളും അവിടെ ഒരു ബ്രേക്ക് വരും. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു സാറേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു സാറേ, വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഫോർ യുവർ കമന്റ്. സാർ മെഡിറ്റേഷനിലേക്ക് പോവാം. ഓക്കെ. കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ സാറേ, എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, നമ്മൾ തുടങ്ങാണ്.
ആത്മാരാധകരായ വ്യക്തികളെ എങ്ങനെ അവധാനപൂർവം ശ്രവിക്കാം എന്നുള്ള ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശാന്തവും സൗകര്യപ്രദവുമായ ഒരു സ്ഥലം കണ്ടെത്തി പൂർണ്ണമായ ശരീരത്തിന് വിശ്രമിക്കാവുന്ന ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുക. ഈ ധ്യാന സമയം പൂർണ്ണമായും സാധിക്കുന്നിടത്തോളം ചലനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സമയമാണിത്. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിവെക്കാം. നിങ്ങളുടെ ശാരീരികമായ ആ വിശ്രമത്തിന് ആവശ്യമായ എല്ലാ നടപടികളും ഇപ്പോൾ സ്വീകരിക്കുക. നിങ്ങൾ ധ്യാനിക്കാൻ തയ്യാറായി എങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ സാവധാനം അടച്ച് ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആദ്യമായി 3 പ്രാവശ്യം ദീർഘമായി ശ്വസിക്കുക. ആദ്യത്തെ ശ്വാസം നിങ്ങളുടെ ലങ്സിൽ പൂർണ്ണമായി നിറഞ്ഞു കഴിയുമ്പോഴേക്കും 1 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സാവധാനം മൂക്കിലൂടെ തന്നെ ആ ശ്വാസത്തെ നിശ്വസിക്കുക. വീണ്ടും ഇത് 2 പ്രാവശ്യം കൂടി നിങ്ങൾക്ക് പരിശീലിക്കാം. ധ്യാനം ശാരീരികവും മാനസികവുമായ സമ്പൂർണ്ണ വിശ്രമമാണ്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനകളോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഉണ്ടോ എന്ന് അല്പസമയം പരിശോധിക്കുക. അതുപോലെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും അറിയുക, അംഗീകരിക്കുക. അവയെല്ലാം വിട്ടുകളയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ എന്നൊരു മനോഭാവം എല്ലാ വികാരങ്ങളോടും അനുഭൂതികളോടും ചിന്തകളോടും അതുപോലെയുള്ള ഒരു സമീപനം നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുക. ആത്മാരാധകരായ വ്യക്തികളുമായിട്ട് അവരെ പൂർണ്ണമായി ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ധ്യാനത്തിൽ നമുക്ക് ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ സജ്ജീകരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഏതെങ്കിലും നിമിഷത്തിൽ അടുത്ത ഭാവിയിൽ ആത്മാരാധകനായ ഒരു വ്യക്തിയെ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ അതിരുകളും വൈകാരിക ക്ഷേമവും നിലനിർത്തിക്കൊണ്ട് അവബോധവും അനുകമ്പയും വളർത്തിയെടുക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാം. ഉദാഹരണമായിട്ട്, ആത്മാരാധകനായ ഒരു വ്യക്തിയുമായി സംഭാഷണം നടത്തുമ്പോൾ ഞാൻ അയാളെ കൂടുതൽ ശ്രദ്ധയോടെ ശ്രവിക്കുമെന്നോ, അല്ലെങ്കിൽ ഞാൻ അയാളോട് കൂടുതൽ അനുകമ്പയോടുകൂടി ശ്രദ്ധിക്കുമെന്നോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സതുദ്ദേശപരമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ സജ്ജീകരിക്കുക.
ധ്യാനത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിനായി നിങ്ങൾ സാവധാനം നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ച് ബോധവാന്മാരായി ഒരു നിമിഷം അതിൽ തന്നെ വ്യാപരിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും നെഞ്ചിന്റെ ഉയർച്ചയും താഴ്ചയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നിമിഷം ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരിടമുണ്ട്. നിങ്ങൾക്കൊരു അടിത്തറയുണ്ട്. ഈ അടിത്തറയെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരം കസേരയുമായും അല്ലെങ്കിൽ തറയുമായോ സമ്പർക്കം പുലർത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ആ സംവേദനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അവബോധമുള്ളവരാകാം. അടുത്തത് നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ആത്മാരാധകനായ ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ സമീപകാല അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആശയവിനിമയം ഓർമ്മിക്കുക. ഉയർന്നു വരുന്ന ഏതെങ്കിലും ചിന്തകളും വികാരങ്ങളും നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിക്കാം. മുൻവിധികൾ അല്ലെങ്കിൽ ന്യായവിധികളില്ലാതെ ഈ ചിന്തകളും വികാരങ്ങളും നിരീക്ഷിക്കാൻ നിങ്ങളെ അനുവദിക്കുക. ആ വ്യക്തിയുമായോ അതുപോലെ ആ വ്യക്തിയുമായിട്ടുള്ള അഭിമുഖങ്ങളിൽ സംഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങളെ കുറിച്ചോ നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് നിഷേധാത്മകമായ വികാരങ്ങൾ ഉണ്ടെങ്കിൽ അവയെ അംഗീകരിക്കുക. അവ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. പക്ഷേ അവയിൽ ഒന്നിലും ഉറച്ചു നിൽക്കാതെ അവയെ വിട്ടുകളയുക. എല്ലാ നിഷേധാത്മകമായ വികാരങ്ങളെയും അംഗീകരിക്കുക. അവയെ കടന്നു പോകാൻ അനുവദിക്കുക. സമ്പൂർണമായ വിശ്രമത്തിലേക്ക് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുവരാനും അത് നിലനിർത്താനും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുക. ഓരോ ശ്വസനത്തിലും നിങ്ങൾ ശാന്തതയിലും വ്യക്തതയിലും ശ്വസിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. ഓരോ നിശ്വസനങ്ങളും നിങ്ങളോട് വിട പറയുമ്പോൾ നിങ്ങൾ പിരിമുറുക്കവും നിഷേധാത്മകതയും പുറത്തേക്ക് വിടുന്നു എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക. ആരാധകനായ ഒരു വ്യക്തി മായി നിങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായ ഏതെങ്കിലും
സംഭാഷണത്തെക്കുറിച്ച്, അതുപോലെയുള്ള സന്ദർഭങ്ങളെക്കുറിച്ച്, അയാളുമായി നടന്ന സംസാരത്തെക്കുറിച്ച് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ കൊണ്ടുവരികയും അങ്ങനെയുള്ള ഒരു സന്ദർഭം മനസ്സിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുകയും ചെയ്യുക. ഭാവിയിൽ ഇങ്ങനെയുള്ള വ്യക്തികളുമായി സംസാരിക്കേണ്ടി വരുമ്പോൾ പൂർണ്ണമായും സന്നിഹിതരായിരിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ചിന്തകളിലോ വികാരങ്ങളിലോ വിചാരങ്ങളിലോ നഷ്ടപ്പെടാതെ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. മുൻവിധികളില്ലാതെ നിരീക്ഷണം എങ്ങനെ നടത്താൻ വ്യക്തിയുടെ പെരുമാറ്റവും വാക്കുകളും നല്ലതോ ചീത്തയോ എന്ന് വിധിക്കാതെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. അയാൾ എങ്ങനെ സംസാരിക്കുന്നുവെന്നോ അത് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നോ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം പ്രതികരണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ശാരീരികമായ വികാരങ്ങൾ അല്ലെങ്കിൽ അനുഭൂതികൾ അല്ലെങ്കിൽ ചിന്തകൾ എന്നിവ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തെ മാറ്റങ്ങൾ വരുത്തുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ നിങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കാതെ അവയെല്ലാം അംഗീകരിക്കുക, സ്വീകരിക്കുക. അടുത്തതായി നമുക്ക് ആത്മാരാധകരായ വ്യക്തികളോട് കൂടുതൽ അനുകമ്പ വളർത്തുവാൻ പരിശ്രമിക്കാം. ഇങ്ങനെയുള്ള വ്യക്തിയുടെ പെരുമാറ്റം അവരുടെ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നുമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ശ്രമിക്കാം. അവരിലേക്ക് കൂടുതൽ അനുകമ്പ, കാരുണ്യം, അതുപോലെ അവർക്ക് കൂടുതൽ ആരോഗ്യം, മാനസികമായ സന്തോഷം, ശാരീരികമായ സൗഖ്യം ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം നമുക്ക് അവർക്ക് ആശംസിക്കാം. അവർ സന്തോഷമുള്ളവരാകട്ടെ, അവർ ശാരീരികമായി സൗഖ്യം അനുഭവിക്കുന്നവരാകട്ടെ, അവർ കൂടുതൽ മനസ്സമാധാനം അനുഭവിക്കുന്നവരാകട്ടെ. ഇങ്ങനെയുള്ള ആശംസകൾ ഈ വ്യക്തികളോട് നമുക്ക് ആശംസിക്കാം. നമ്മൾ ധ്യാനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മെ തന്നെ സുരക്ഷിതരാക്കാൻ നമ്മുടെ മനസ്സിൽ ചില സ്ഥിരീകരണങ്ങൾ നിശബ്ദമായ ഉച്ചത്തിലോ നിങ്ങൾക്ക് ആവർത്തിക്കാം. ഏതാനും സ്ഥിരീകരണങ്ങൾ ഞാനിപ്പോൾ പറയാം.
ഞാൻ ശാന്തനും എൻ്റെ ഇടപെടലുകളിൽ കേന്ദ്രീകൃതനുമാണ്. ഞാൻ ശാന്തനും എൻ്റെ ഇടപെടലുകളിൽ കേന്ദ്രീകൃതനുമാണ്. ഞാൻ അനുകമ്പയോടെ കേൾക്കുകയും എൻ്റെ അതിരുകൾ നിലനിർത്തുകയും ചെയ്യും. ഞാൻ അനുകമ്പയോടെ കേൾക്കുകയും എൻ്റെ അതിരുകൾ നിലനിർത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ വൈകാരിക ക്ഷേമത്തെ ശ്രദ്ധയോടെ സംരക്ഷിക്കും. ഞാൻ എൻ്റെ വൈകാരിക ക്ഷേമത്തെ ശ്രദ്ധയോടെ സംരക്ഷിക്കും. ശാന്തമായി നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം തുടരാം. സാവധാനം നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ഭൗതിക ചുറ്റുപാടുകളിലേക്ക് തിരികെ കൊണ്ടുവരിക. നിങ്ങളുടെ കൈകാലുകളുടെ വിരലുകൾ നിങ്ങൾക്ക് സാവധാനം ചലിപ്പിക്കാം. ആഴത്തിലുള്ള ഒരു ശ്വാസോച്ഛ്വാസം നിങ്ങൾക്ക് എടുക്കാം. ധ്യാനം അവസാനിക്കാറായി. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ സാവധാനം തുറക്കാം. Okay. Good evening. താങ്ക് യു സാർ. ഓക്കെ, റോയ് സാർ പറയൂ. റോയ് സാർ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യണം സാറേ. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യും. ആ സോറി. ഓക്കെ. ഇല്ല. ഓക്കെ. സാറേ, എനിക്ക് ഏറ്റവും ഇതിനകത്ത് കുറെ ബാക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സാറ് പറഞ്ഞ ഇന്റേണൽ റിയാക്ഷൻസ് ഒബ്സർവ് ചെയ്യുകയും അതുവഴി ആ ഗ്രൗണ്ട് ടെക്നിക്കിലൂടെ എനർജി വീണ്ടെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്ക് എനിക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. ഇവിടെ ആ എനർജി ഒന്ന് റീഗെയിൻ ചെയ്യാനുള്ള ആ ഒരിത്, അത് സാധാരണ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ല, അതുപോലുള്ള സിറ്റുവേഷനിൽ നമുക്കത് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാറേ. പിന്നെ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, അവെയർ, അറ്റൻഡ്, മോമെന്റ് ടു മോമെന്റ്,
without prejudgment, with a beginner's mind, curiosity, then let it go. എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ഇങ്ങനെ നേരത്തെ ഉള്ളത് ഇതൊക്കെ സാർ പറയുമ്പോൾ അത് ഞാൻ ഒബ്സർവ് ചെയ്യുകയായിരുന്നു ആ ഭാഗങ്ങളൊക്കെ. എനിവേ ഇത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ല, മൈൻഡിങ് ടെക്നിക്കിൽ തന്നെ അല്ലാതെ ഒരു വളരെ സിറ്റുവേഷനുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. ഓക്കെ സാർ, താങ്ക് യു. എനിക്ക് പറയാനുള്ളത് റോയ് സാർ, നമ്മളുടെ സാധാരണ ജീവിതത്തിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കും അല്ലേ, മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് ഒരു ഇത് കൊടുക്കാതെ. ഇതൊരു മാന്യതയുടെ കൂടെ ഭാഗമാണ് അല്ലേ. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു തീരുന്നിടം വരെ അയാൾക്ക് അവസരം കൊടുത്തിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ അത് പലപ്പോഴും ഈ കാര്യത്തിലൊന്നും ഞാൻ സംസാര രീതികളിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒന്നാമത് ആ പറയുന്ന വിഷയമല്ല അവർ സംസാരിക്കുന്നത്. അവര് എന്തെങ്കിലും പറയുമ്പോഴേക്കും അവർക്ക് താല്പര്യമുള്ള വേറൊരു വിഷയം കൊണ്ടുവരുന്നു. എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാന്യതയുടെ ഒരു ഭാഗമാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇതൊന്നും ഇല്ലാതെയാണ് നമ്മുടെ പലപ്പോഴുമുള്ള സംസാരങ്ങൾ പോകുന്നത്. അപ്പൊ ഇതൊരു നമ്മളുടെ അനുദിന ജീവിതത്തിൽ സാധാരണഗതിയിലുള്ള നമ്മളുടെ ആ കൂട്ടായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ് മൈൻഡ്ഫുൾ ലിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ജോഷ് സാർ എന്തെങ്കിലും പറയുന്നു? നസീം മാം, ശുദ്ധോദരൻ ഡോക്ടർ. സാർ ഇപ്പോ ഈ അയ്യോ പറഞ്ഞോളൂ സാറേ. ഇപ്പൊ ഈ സൈലന്റ് ലിസണേഴ്സിനെയൊക്കെ കാണാൻ വലിയ പ്രയാസമാണ്. ഈ ചാനൽ ചർച്ചയൊക്കെ കണ്ടിട്ട് ഈ ആഞ്ഞു വെട്ടി മുന്നേറുന്നവർക്കും മാത്രമേ ഇപ്പൊ ശ്രദ്ധ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു കാലമാണ്. അപ്പോൾ അത് ഇടിച്ചു കയറുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് നമ്മളെപ്പോലെ മുതിർന്നവരും ഇരുത്തം വന്നവരും ഒക്കെയാണ് ഇപ്പോൾ സൈലന്റ് ലിസണേഴ്സായിട്ട് മാറുന്നതൊക്കെ. മറ്റേത് ഈ ഇൻ്റർവ്യൂവും ഈ GD ഒക്കെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലുമൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും ഇടിച്ചു കയറണമെങ്കിലും ഒക്കെ ഒരു എന്താ അഗ്രസീവ് മെൻറ്റാലിറ്റി കാണിക്കുന്നവരുടെ ഒരു കാലമാണിത്. പക്ഷെ നമ്മുടെ ഇൻറ്റേർണൽ പീസിന് വേണ്ടിയിട്ട്, ആന്തരിക ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സാറ് പറഞ്ഞ ടിപ്സൊക്കെ ഇന്ന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ അത് ഈ പുതിയ കാലത്തിനനുസരിച്ച് നമുക്ക് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. താങ്ക് യു സർ. പുതിയ കാലം എന്നുള്ള ഒരു കാലം, അങ്ങനെ ഞാൻ അതിനെ അങ്ങനെ ആ ഒരു വാക്കിലോട് എനിക്ക് അല്പം വിയോജിപ്പുണ്ട്. അതായത് പുതിയ കാലം എന്നുള്ളതല്ല സാറേ, ഇത് ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഒരുപക്ഷെ നമുക്ക് ഈ TV ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത് ശ്രദ്ധിക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ പഴയ അസംബ്ലികളോ അല്ലെങ്കിൽ പാർലമെന്റുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അത് നമ്മൾ കണ്ടിരുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ നമ്മൾ TV യിൽ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലം മാറിയത് കൊണ്ടല്ല, നമുക്കിതിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. സാറിനോട് ഞാൻ വിയോജിക്കുകയല്ല, ഞാനിത് കൂട്ടിച്ചേർക്കാൻ അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് കാണാൻ ഞാൻ ഇതിനെ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സാർ. എനിവേ താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ ആന്റണി സാറിന് ഹൃദയത്തിന്റെ ഭാഷയില് നന്ദി ആദരവും പ്രകടിപ്പിക്കുകയാണ്. അതിന് പാത്രം എറിഞ്ഞ് വിളമ്പാന്ന് പറയില്ല. അപ്പൊ എല്ലാ ലെവലിലുള്ള ആളുകൾക്കും അറിഞ്ഞ് മനസ്സെറിഞ്ഞ് മൈൻഡ്ഫുൾനെസ് ക്ലാസ് അതിമനോഹരമായി സദ്യ ഒരുക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എന്റെ ഫീലിംഗ് ആണ് സാറിനോട് പറഞ്ഞത്. വളരെ വളരെ അനുഭവ സമ്പത്തുള്ള ഒരാള് ആധികാരികതയോടുകൂടി ഇങ്ങനൊക്കെ ചെയ്താല് വേണേ നിങ്ങൾക്ക് ആളുകളില് ഒരു സ്ഥാനവും ബഹുമാനവും ഒക്കെ നേടിയെടുക്ക. ഇതൊക്കെയാണ് എന്റെ വിദ്യ എന്ന് ഒരു ഇരുത്തം വന്നൊരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ ഒരു ഉൾക്കൊള്ളല് ഒരു വേറെ ഭാഷയാണത്, ഹൃദയത്തിന്റെ ഭാഷയാണത്. മാത്രല്ല സാറ് മൈൻഡ്ഫുൾനെസ്സിനോടുകൂടി ചെയ്തു കൊടുത്തു. അപ്പൊ ഞാനൊക്കെ അത് മൈൻഡ്ഫുൾനെസ്സോട് കൂടി തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്തത്. മാത്രല്ല കുറെ ദിവസങ്ങളായിട്ട് ഓരോരുത്തർ പ്രശ്നം പറയുമ്പോൾ അവരൊക്കെ ഹീൽ ചെയ്ത് കൊടുക്കും. ഞാൻ കുറച്ച് ദിവസമായിട്ട് തീരെ ഫ്രസ്ട്രേറ്റഡ് ആവാറില്ല. എനിക്കൊരു നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു.
അപ്പൊ എന്നോട് ടീച്ചർ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളല്ലേ, എനിക്ക് അതും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ എനിക്ക് വളരെ ആവശ്യമുള്ള നേരത്ത് ആ ഒരു റേഞ്ചിൽ വന്ന് എന്നെ ഹീൽ ചെയ്ത പോലെ എനിക്ക് കൈ ധരിച്ചു. സത്യം, ഞാൻ സാറ് മെഡിറ്റേഷൻ തുടങ്ങണ വരെ ഞാൻ ജോലിയിലായിരുന്നു. മെഡിറ്റേഷൻ ചെയ്തോടുകൂടി അപ്പോഴത്തേനും എന്തൊരു ഭാഗ്യമല്ല, എന്റെ പണി മുഴുവൻ ക്ലോസ് ചെയ്ത് ഇവിടെ വന്നിരുന്നു. കൈ നല്ല തരിപ്പ്, നല്ല മെഡിറ്റേഷൻ വരുമ്പോഴേക്കും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ സാറിന് നന്ദി ഹൃദയത്തിന്റെ ഭാഷയില്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. യു ടു. സാറിന്റെ 86 ക്ലാസ്സുകൾ പുറകോട്ടുണ്ട്, ഇതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അജിത, അബ്ദുറഹീം സർ, മാത്യു, ബിനോയ്, സർ. സർ, പലപ്പോഴും നമ്മുടെ ഈ അക്ഷമ നമ്മുടെ ലൈനിൽ ഏറ്റവും മുന്നിലെത്താനുള്ള ഒരു തിക്കും തിരക്കും ഒക്കെയാണ്. ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും സംസാരത്തിന്റെ കാര്യത്തിലായാലും നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നത്. നമുക്ക് നമ്മളോട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിന് റിയാക്ട് ചെയ്യുന്നതിന്റെ വെപ്രാളത്തിന് പകരം പതുക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ അവസരം എടുക്കുകയാണെങ്കിൽ ഈ ക്ലാഷും കലുഷതയൊക്കെ മാറും എന്നൊരു താല്പര്യം എനിക്കുണ്ട്. അതിനെക്കുറിച്ച് സർ? എന്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നു പലപ്പോഴും ജീവിതത്തിൽ ഇപ്പം ഷാജി സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ എന്താണ്, അവർ പരാജിതരോ അല്ലെങ്കിൽ അവർ വേണ്ടത്ര ആക്റ്റീവ് അല്ലെന്നോ അല്ലെങ്കിൽ അവർ വിജയിക്കുന്നില്ല എന്നൊക്കെ കരുതുന്ന അങ്ങനെയുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു മൂല്യബോധം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അവർ പറഞ്ഞു തീരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇട്ടിച്ചു കയറുക, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം നമുക്ക് എൻ്റെ അവകാശങ്ങളാണ്. ഇതുപോലെ സംസാരത്തിലും എല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ള നമ്മുടെ ഈ അവകാശങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു പരാജയപ്പെട്ട മനുഷ്യരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടരുടെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് കരുതുന്ന ഒരു ലോകത്താണ്. അത് ഇന്നലെയും ഉണ്ടായിരുന്നിരിക്കാം, ഇന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മളുടെ ആ മീക്ക്നെസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ സൈലൻസിനെ വേണ്ട വിധത്തിൽ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് ഞാൻ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മൈ വീക്ക്നെസ് ഈസ് എ വീക്ക്നെസ് എന്ന്, അല്ലെങ്കിൽ മൈ സൈലൻസ് ഈസ് ഓൾസോ അനദർ വീക്ക്നെസ് എന്ന് കരുതുന്ന ആളുകളാണ്. അപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താണ്, നമുക്കൊന്നും അറിഞ്ഞുകൂടാന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പരാജയം സ്വയം സമ്മതിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് കാംനെസ് അല്ലെ ക്വയറ്റ്നെസ് ഇത് നമ്മൾ കീപ്പ് ചെയ്താൽ, നമ്മൾ ഇടയ്ക്ക് കയറി പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ പോലും കരുതും ഇവനൊന്നും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇവന് ഇതൊന്നും പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി ആയിരിക്കും ഓരോ സംഭാഷണങ്ങളും അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് പറയണം, എപ്പോൾ പറയണം എന്നുള്ളതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് തന്നെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എങ്ങും എത്തിച്ചേരാതെ വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും മനസ്ഥിതി അല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ പെരുമാറുക എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. കാരണം നമ്മുടെ ലൈഫിനെ കൂടുതൽ അടുത്ത 2 ആഴ്ച ആന്റണി സാറ് വേറെ എന്തൊക്കെ യാത്രയിലാന്ന് തോന്നുന്നു. എന്താ സൂത്രം എന്ന് പറയാം, എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞില്ല. യാത്രയിലാണ് എന്ന് പറയാ ചെയ്തേ. അപ്പൊ ഓക്കെ, താങ്ക് യു. നാളെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. തൈറോയിഡും നമ്മളും തമ്മിൽ ഒന്ന് ചേർത്ത് വെക്കാനുള്ള ചില സാധ്യതകൾ നമുക്ക് നോക്കാം. സോ താങ്ക് യു ആന്റണി സാർ ഒരിക്കൽ കൂടി. അടുത്ത 2 ആഴ്ച വീണ്ടും അവസാനത്തെ ആഴ്ചയിൽ സാർ തിരിച്ചു. Okay, thank you. Yeah, and have a nice evening and good night to you all. Okay, bye bye. Bye. Good night, sir. Good night. Good night. Yeah. Good night.